ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻട്രോ എടുക്കാൻ മാത്രം എടുത്തതാട്ടോ. ഇത് ബുധനാഴ്ച രാത്രിയത്തെ വീഡിയോ ആണ്. ഞാൻ കുറേ ദിവസം കൊണ്ട് ഇപ്പം വീഡിയോസ് ഒന്നും എടുക്കലും അപ്ലോഡ് ചെയ്യലും ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് രാത്രി തന്നെ ഒരു ഇൻട്രോ ഒക്കെ എടുത്ത് വെച്ചിട്ട് നാളെ എന്തായാലും ബാക്കിയുള്ള വീഡിയോസ് എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ രാത്രി നല്ലപോലെ ഇരുട്ടി 10:30 കഴിഞ്ഞു. മോനെ കിടത്തി ഉറക്കി. പിന്നെ ഏട്ടൻ പുറത്ത് പോയിരിക്കുവാണ്. ഏട്ടൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാട്ടോ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അല്ലെങ്കിൽ മേക്കപ്പ് ഇടുന്ന ഒരാളല്ല, നിങ്ങൾക്ക് അറിയാം. എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയാണ് രൂപം ഇരിക്കുന്നത്. അന്ന് നിങ്ങൾ കാര്യമാക്കരുത്. പിന്നെ നാളെ മോൻ്റെ നാളാട്ടോ, ബർത്ത്ഡേ അല്ല, ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ മോൻ്റെ നാളാണ്. അപ്പോൾ എന്താ പറയുക, നാളെ അമ്പലത്തേക്കൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ മോൻ്റെ സ്കൂളിൽ റോഡ് റാലിയും കാര്യങ്ങളൊക്കെ ആട്ടോ. ഓഗസ്റ്റ് 15 ആയില്ലേ. അപ്പോൾ ഓഗസ്റ്റ് 15 അന്ന് കൊടി ഉയർത്തലും അതുപോലെ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നാളെ എന്തായാലും അവൻ ഫ്രീ ആണ്. അതിന് 1 മണിക്കൂർ നേരം റാലിക്ക് മാത്രമുള്ള പോയാൽ മതി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്നാൽ പിന്നെ അത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് നാളെ അമ്പലത്തിൽ പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴാണെങ്കിലും അമ്പലത്തേക്ക് പോകുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് അമ്പലത്തേക്ക് പോകാനുള്ളൊരു ഇത് തോന്നുന്നുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല ദിവസങ്ങളായിരുന്നില്ല 2-3 ദിവസമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വീഡിയോസ് എടുക്കാനും വീഡിയോസ് പോസ്റ്റ് ചെയ്യാനും ഒന്നും അപ്ലോഡ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അപ്പോഴാണ് എനിക്ക് അമ്മ പറഞ്ഞൊരു കാര്യം ക്ലിക്കായത്. ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കലണ്ടറിൽ മലയാള മാസത്തിൽ ഇപ്പം നാൾ വരുമല്ലോ. അപ്പോൾ ആദ്യത്തെ നാളാണ് നമ്മൾ ബർത്ത്ഡേയുടെ കുട്ടിയുടെ നാളായിട്ട് എടുക്കുക എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. മരിച്ചവരുടെ എന്താ പറയുക, കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നാളാട്ടോ ആദ്യത്തെ ആ ഒരു നാൾ. ആദ്യം വരുന്ന മാസത്തിൽ ആദ്യം വരുന്ന ആ ഒരു നാൾ നമ്മൾ ക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാമെന്ന് പിന്നെ ആട്ടോ എനിക്ക് മനസ്സിലായത്. രണ്ടാമത് വരുന്ന നാളാണ്, അതായത് നമുക്കിപ്പം ഒരു നാൾ വരുന്നുണ്ട്. ഇപ്പം മലയാള മാസത്തിൽ 2 തവണ വരുന്നുണ്ടെന്ന് വെച്ചോ. അപ്പോൾ ആദ്യത്തെ നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ക്രിയകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടും, രണ്ടാമത് വരുന്ന നാളാണ് നമ്മൾ ബർത്ത്ഡേക്ക് എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ നാളായിട്ട് ജന്മനാളായിട്ട് ആഘോഷിക്കേണ്ടതും എന്നാണ് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതെനിക്ക് പിന്നെ അമ്മ പറഞ്ഞപ്പോഴായിരുന്നു ക്ലിക്കായത്. ഞാൻ ഇത്രയും ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്ന നാൾ എന്താ പറയുക, മോൻ്റെ ജന്മനാളായിട്ട് അങ്ങനെയായിരുന്നു സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല കാര്യം. കാരണം എനിക്ക് ബർത്ത്ഡേയുടെ ഒന്നും എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാനും പോസ്റ്റ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നാളത്തെ ഒരു ദിവസം ഞാൻ എന്തായാലും അവന് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ അമ്പലത്തിലൊക്കെ പോകുമ്പം വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എന്തായാലും നാളെ കാണാവേ. ഇന്ന് രാവിലെ എണീറ്റതും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യും അതുപോലെ ഇൻട്രോ ഒക്കെ എടുത്ത് വയ്ക്കും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഒട്ടും മൂടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കിച്ചണിൽ ചെറിയ മേക്ക് ഓവറൊക്കെ ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് വയ്ക്കും. അത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് നമ്മുടെ ഈ ഒരു ഷെൽഫുകളിലൊക്കെ ഇതുപോലെ ന്യൂസ് പേപ്പറൊക്കെ ആയിരുന്നു കേട്ടോ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടനിപ്പോൾ അവിടെ ഒരു ഷീറ്റൊക്കെ കൊണ്ടുവന്ന് വിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ച കുപ്പികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കാണാൻ നല്ല രസം വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിച്ചൺ. രാവിലെ തന്നെ നല്ല മഴയൊക്കെ ആട്ടോ. അതുകൊണ്ട് തന്നെ രാവിലത്തെ അമ്പലത്തിൽ പോക്ക് മുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പതുക്കെയായിരുന്നു കേട്ടോ കുക്കിംഗ് ഒക്കെ ചെയ്ത്. കാരണം എന്തായാലും മഴയല്ലേ, ഇനിയിപ്പോൾ എന്തായാലും അമ്പലത്തിൽ പോകാൻ പറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പതുക്കെയായിരുന്നു പണികളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്താ പറയുക, മോന് ബർത്ത്ഡേക്ക് ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ അവൻ്റെ ബർത്ത്ഡേ, അതായത് ഓഗസ്റ്റ് 10 ഞാൻ അവന് വേണ്ടിയിട്ട് ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പപ്പടം, അതുപോലെ മോര് കറി, പരിപ്പ് കറി, പായസം ഞാൻ 2 ദിവസം മുമ്പ് ചെറുപയർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് അടപ്പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സേമിയ പായസമൊക്കെ ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കൂടിയിട്ടുള്ളൊരു ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ദിവസം രാവിലെ കഴിക്കാനും വേണ്ടിയിട്ട് ഞാൻ പോഹയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. 10 മണിയാകുമ്പോഴേക്കും എൻ്റെ ഉച്ചയ്ക്കുള്ളത് രാവിലേക്കുള്ളത് എല്ലാം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഇനി വരുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ 4 ദിവസത്തെ വീഡിയോസ് ആട്ടോ. ഇത് അവൻ്റെ 4 ദിവസം എടുത്ത വീഡിയോ ആണ്, അതായത് ഇന്നെടുത്ത വീഡിയോ ആണ്. രാവിലെ എണീച്ച് അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അവനോട് ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ സല്യൂട്ട് അടിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ ഞാനിതാ സാമ്പാർ വെച്ചിട്ടുണ്ട്, ചോറ് വെച്ചിട്ടുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ
ലഞ്ച് അത്രയൊക്കെ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ കുറച്ച് പപ്പടവും കൂടെ വറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സിദ്ധുക്കുട്ടനും കൂടെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം സമയം 12:30 കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഏത് നേരത്ത് പോയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ അതാ നമ്മുടെ നാടൻ ലുക്കിലൊക്കെയാണ് വന്നിട്ടുള്ളത്. ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്നത് എല്ലാം നാടൻ ലുക്കിലാട്ടോ. ഇവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നല്ലപോലെ മേക്കപ്പൊക്കെ ചെയ്തിട്ടായിരിക്കും അമ്പലത്തിൽ പോകുന്ന ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ആട്ടോ പോവുക ഇവിടേക്കുള്ളവർ. പക്ഷെ ഞാൻ നമ്മുടെ സിമ്പിളായിട്ടുള്ള ലുക്കിലാണ് വന്നിട്ടുള്ളത്. മോനിതാ സൈക്കിളൊക്കെ എടുത്തിട്ടാട്ടോ വന്നിരിക്കുന്നത്. അവന് നടക്കാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ സൈക്കിൾ എടുത്തോട്ടെ ഉണ്ട്. എന്താ സൈക്കിളിലൊക്കെയാണ് വരുന്നത്. 12:30 കഴിഞ്ഞു. ഞാനൊരു ചെറിയൊരു സാമ്പാറും അതുപോലെ അവന് ഉരുളക്കിഴങ്ങ് ഫ്രൈ നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. അവൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ഞാൻ അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ അന്ന് അത്രയ്ക്ക് നല്ല ദിവസം ആയിരുന്നില്ല. അപ്പോൾ ഇന്നെന്തായാലും നല്ലൊരു ദിവസമായിട്ട് തോന്നുന്നു. കാരണം രാവിലെ തൊട്ട് നമുക്ക് ഒരു നിമിത്തങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അന്നത്തെ ദിവസം നമുക്ക് രാവിലെ തൊട്ടേ ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇന്നത്തെ ദിവസം കുഴപ്പമില്ല, നല്ല ദിവസമൊക്കെയാണ്. മോനാണെങ്കിലും ഷാട്ടിയും വികൃതിയും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഞാനങ്ങനെ സദ്യയായിട്ടൊന്നും വെച്ചിട്ടില്ല. കുറച്ച് സാമ്പാറും അതുപോലെ ഉരുളക്കിഴങ്ങ് ഫ്രൈയും വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ഞാൻ ചപ്പാത്തി അതുപോലെ ലോക്കീൻ്റെ സബ്ജിയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് പപ്പടവും കൂടെ വറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിറന്നാൾ സദ്യ ഇന്നത്തെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാനിങ്ങോട്ട് ആദ്യമായിട്ടാട്ടോ അങ്ങനെ ആരും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് തനിച്ച് വരുന്നത്. എനിക്ക് അതുകൊണ്ട് പേടിയുണ്ട്. പിന്നെ മോനുണ്ടല്ലോ കൂട്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാട്ടോ ഞാൻ പോകുന്നത്. കാരണം അവനുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് ടെൻഷനൊന്നും ഉണ്ടാവില്ല. അവൻ എന്തെങ്കിലുമൊക്കെ കളിച്ച് ഇല്ല എന്തെങ്കിലുമൊക്കെ വികൃതി കാണിച്ചിങ്ങനെ നടന്നോളും. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെയൊക്കെ ചുറ്റുപാട്. നവരാത്രിയൊക്കെ വരുമ്പോൾ നല്ലതാട്ടോ. കാരണം ആ ഒരു സമയത്ത് ഇവിടെ 9 ദിവസം രാത്രി ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അത് മാത്രമല്ല ഒരു വൈബ് ഉണ്ടാവും കേട്ടോ ആ ഒരു സമയത്തൊക്കെ വരുമ്പോൾ. പക്ഷേ ഇതുപോലെ തനിച്ചൊക്കെ വരാൻ എനിക്ക് ഇഷ്ടമൊന്നുമല്ല. ഒറ്റയ്ക്ക് പേടിയാണ്. നമ്മുടെ നാട്ടിൽ തനിച്ച് പോകുന്ന പോലെയല്ല. ഇവിടെ എനിക്ക് എന്താണെന്നറിയില്ല, സേഫാണ്. എന്നാൽ പോലും ഇങ്ങനെ ഒറ്റയ്ക്ക് വരിക, എന്നിട്ട് പൂജ ചെയ്യുക, അത് സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. നമുക്കിങ്ങനെ പൂജയും ചെയ്യാൻ അറിയാത്ത കാരണം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കും, എന്നിട്ട് തിരിച്ചു പോകുക, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറിയപ്പോൾ മോനോട് അവൻ്റെ സ്ഥിരം കലാപരിപാടി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാൽ അവനിങ്ങനെ മണി അടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വിട്ടാക്കി. അവനങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, അത് ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവൻ അതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പിടാൻ വേണ്ടി കുഞ്ഞു കഴിഞ്ഞപ്പം അവൻ എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഏട്ടൻ ഗുജയും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമൊക്കെയാണ് കഴിക്കാൻ. പക്ഷേ എനിക്ക് എന്താ പറയുക, ഡ്രൈ ആയിട്ടുള്ള ഗുജിയ ഞാൻ ഉണ്ടാക്കുന്ന ഗുജിയാട്ടോ ഇഷ്ടം. എനിക്ക് ഇങ്ങനെ പുറത്തുനിന്ന് മേടിക്കുന്ന ഗുജിയൊന്നും ഇഷ്ടമല്ല. പിന്നെ സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമൂസയും അതുപോലെ തന്നെ കേട്ടോ. എനിക്ക് നമ്മുടെ നാട്ടിലത്തെ സമൂസയാണ് ഇഷ്ടം. ഇവിടുത്തെ സമൂസയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ. എനിക്ക് ആ ഒരു സ്പൈസി ടേസ്റ്റ് ഇഷ്ടമല്ല. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനൊരു കറിയുണ്ട്. ഇത് ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു ചട്നി ആട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് അത് കഴിക്കേണ്ടത്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയത്. പിന്നെ ഏട്ടന് ഓഫീസിലൊക്കെ പോയതിന് ശേഷമായിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻ കളിക്കാൻ പോകും. അവൻ കളിക്കുന്ന സമയത്ത് നല്ല കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നടക്കാൻ പോകും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അവൻ്റെ കളിയും നടക്കും, എൻ്റെ നടക്കലും നടക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ ഇനി ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ 2 ദിവസം കൊണ്ട് എന്താണെന്നറിയില്ല, എൻ്റെ മൂഡും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാനും വോയിസ് ഓവർ കൊടുക്കാനും ഒന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ നോക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.